morning, dear students. In today's class, let's study about the topic about rematerialization. What do you mean by rematerialization? In previous class, we studied about the topic dematerialization of shares. Rematerialization means, or it is the opposite of the dematerialization. The rematerialization is the process of converting electronic form of shares into physical form of shares. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റാണ് റീമെറ്റീരിയലൈസേഷൻ. റീമെറ്റീരിയലൈസേഷനിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഫോമിലുള്ള ഷെയർസിനെ എന്താക്കി മാറ്റുകയാണ്? ഫിസിക്കൽ ഫോം ഓഫ് ഷെയർസ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഫോം ഓഫ് ഷെയർസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിക് ഷെയർസ് അതിനെന്താക്കി മാറ്റാണ്? ഫിസിക്കൽ ഷെയർസുകളാക്കി മാറ്റാണ്. ഫിസിക്കൽ ഫോമിലുള്ള ഷെയർസുകളാക്കി മാറ്റാണ്. പക്ഷെ നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്താണ് പഠിച്ചത്? ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫോമിലുള്ള ഷെയർസിനെ Dematerialization means physical ഫോമിലുള്ള ഷെയർസിനെ ഫോം ഓഫ് ഷെയർസ് ഇതിനെന്താക്കി മാറ്റണം? ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റണം. ഇലക്ട്രോണിക് ഫോം ഓഫ് ഷെയർസ്. ഇതാണ് ഡീമെറ്റീരിയലൈസേഷനും റീമെറ്റീരിയലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് റീമെറ്റീരിയലൈസേഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയർസുകൾ നമ്മളിപ്പോൾ ഡീമെറ്റീരിയലൈസ്ഡ് ആക്കി മാറ്റിയ ഷെയർസുകൾ ഉണ്ടായിരിക്കും ഇലക്ട്രോണിക് ഫോമിൽ. ആ ഷെയർസുകളെ പഴയ രൂപത്തിലേക്ക് മാറ്റുക, ഫിസിക്കൽ ഷെയർസുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ ഫിസിക്കൽ ഫോം ഓഫ് ഷെയർസുകളാക്കി മാറ്റുക. അപ്പം അതെന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീമെറ്റീരിയലൈസേഷൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജുകളൊക്കെ പഠിച്ചതാണ് അല്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആയിട്ടുള്ള പഴയ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊസീജിയറുകളില്ല. എല്ലാ ആളുകളും ഷെയർ ട്രേഡിങ്ങിന് വേണ്ടി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഷെയർ ഡീലിംഗ് ചെയ്യുന്നതും ഡിമാറ്റ് അക്കൗണ്ട് മുഖേനയാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഫിസിക്കൽ ഫോമിലുള്ള ഷെയർസുകളെ കംപ്ലീറ്റ് എന്താക്കി മാറ്റുന്നു? ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റി. ആ മാറ്റിയ ഷെയർസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താക്കി മാറ്റുകയാണ്? വീണ്ടും ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? റീമെറ്റീരിയലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ റീമെറ്റീരിയലൈസേഷൻ ഈസ് ദി converting or transforming of the electronic mode of shares into physical form of shares. It is the opposite of the dematerialization. അപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡീമെറ്റീരിയലൈസേഷൻ്റെ പ്രോസസ്സ് എന്താ? ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ആദ്യം ഈ ഷെയർ ഹോൾഡർ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് നൽകണം. അത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അത് റിസീവ് ചെയ്തതിന് ശേഷം ഡിപ്പോസിറ്ററിയുമായിട്ട് അത് കോൺടാക്ട് ചെയ്തുകൊണ്ട് അത് വെരിഫൈ ചെയ്യണം. കമ്പനി അല്ലെങ്കിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഏജന്റ് ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം പ്രകാരം ഷെയർ ഹോൾഡർക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ടിലൂടെ ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. പക്ഷേ റീമെറ്റീരിയലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ പ്രോസസ്സുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ആണ്. ആ ഫോം ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് സബ്മിറ്റ് ചെയ്യണം. ഇപ്പം നമുക്കറിയാം ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഒരു ഏജന്റ് പോലെയാണ്, ഒരു ലിങ്കേജ് ആണ്. ആർക്ക് തമ്മിൽ? ഒരു ഇൻവെസ്റ്ററും ഡിപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു ലിങ്കേജ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. നമ്മൾക്കറിയാം ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരൊക്കെയാണ്? പബ്ലിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ബാങ്കുകൾ, ബാങ്കേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ്, ഷെയർ ഡീലിംഗ് ചെയ്യുന്ന
ഏജൻസ് അവർക്കൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ആക്ട് ചെയ്യാം. അപ്പോൾ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിലൂടെയാണ് ഈ റിക്വസ്റ്റ് ഫോം എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ ചെയ്യേണ്ടത് റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേന സബ്മിറ്റ് ചെയ്യുന്നു. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇനി എന്ത് ചെയ്യണം, ഈ റിക്വസ്റ്റ് ഫോം എന്ത് ചെയ്യും, അത് ഡിപ്പോസിറ്ററിക്ക് കൈമാറ്റം ചെയ്യും. ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം NSDL അല്ലെങ്കിൽ CDSL ഒക്കെ ഡിപ്പോസിറ്ററി ഓർഗനൈസേഷനായിട്ട് ആക്ട് ചെയ്യുന്നവരാണ്. എന്താ ഡിപ്പോസിറ്ററി ഓർഗനൈസേഷൻ, നമുക്ക് തന്നെ അടുത്തതിൽ പഠിക്കാനുണ്ട്. ഡിപ്പോസിറ്ററി ഇൻവെസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനാണ് സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന ഡിപ്പോസിറ്ററി എന്ന് പറയുന്നവർ. അപ്പൊ ആ ഡിപ്പോസിറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്ന CDSL അല്ലെങ്കിൽ NSDL എന്ന് പറയുന്ന രണ്ട് ഏജന്റ് സർവീസ് ചെയ്യുന്നവരാണ് ഇന്ത്യയിൽ ഡിപ്പോസിറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഈ റിക്വസ്റ്റ് ഫോമിനെ എവിടേക്ക് സബ്മിറ്റ് ചെയ്യണം, സെൻഡ് ചെയ്യണം, ഡിപ്പോസിറ്ററിയിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഡിപ്പോസിറ്ററിയിലേക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതാരാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ. എന്തിന്റെ ഓർഗനൈസേഷനാ, അക്കൗണ്ട് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അങ്ങനെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക് പോലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞില്ല. അപ്പൊ ഡിപ്പോസിറ്ററിയിലേക്ക് കൈമാറ്റം ചെയ്യും, സെൻഡ് ചെയ്യും ഈ റിക്വസ്റ്റ് ഫോം. കൂടാതെ ഇനി എന്ത് ചെയ്യും, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് തന്നെ ഈ റിക്വസ്റ്റ് ഫോം വീണ്ടും ആർക്കും കൂടെ നൽകണം, അതിന്റെ കമ്പനിയിലേക്ക് നൽകണം, അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് നൽകണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഏജന്റിനും കൂടെ നൽകണം. അപ്പൊ ആർക്കൊക്കെ നൽകണം എന്ന് പറഞ്ഞു, ഇഷ്യൂവർ കമ്പനിക്ക് നൽകണം, അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് നൽകണം. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം, രജിസ്ട്രാർ കമ്പനിയുടെ രജിസ്ട്രാർക്ക് നൽകണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഏജന്റുമാരുണ്ട്, അവർക്കും കൂടെ ഈ പറയുന്ന റിക്വസ്റ്റ് ഫോം സബ്മിറ്റ് ചെയ്യണം, സെൻഡ് ചെയ്യണം. ഇനി ഇതെല്ലാം ഈ റിക്വസ്റ്റ് ഫോം ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം രജിസ്ട്രാർ തന്നെ അല്ലെങ്കിൽ ഇഷ്യൂവർ തന്നെ ആയിരിക്കും ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നത്, പ്രിന്റ് എടുത്ത് ഈ ഷെയർ ഹോൾഡർക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡർക്ക് ഈ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ അല്ലെങ്കിൽ ഈ രജിസ്ട്രാർ ഈ ഡിപ്പോസിറ്ററിയുമായിട്ട് കൺഫേം ചെയ്യും. എന്തിനാ കൺഫേം ചെയ്യുന്നത്, ഇയാളുടെ ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിപ്പോസിറ്ററിയാണ്. അപ്പൊ ആ ഡിപ്പോസിറ്ററി ആ വർക്ക് റീമെറ്റീരിയലൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് അത് ഒന്നും കൂടെ കൺഫേം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സിന്റെ അക്കൗണ്ട് അതിലേക്ക് ഡെബിറ്റ് ചെയ്യും. കാരണം ഇൻവെസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ എന്തുണ്ടായിരിക്കും, ക്യാഷ് ഉണ്ടായിരിക്കും. അപ്പൊ എത്ര ഷെയർസുകളാണ് റീമെറ്റീരിയലൈസേഷൻ ചെയ്തിട്ടുള്ളത്, അത്രയും ഷെയറിന്റെ ഇൻഫർമേഷൻസുകളെല്ലാം ആ അക്കൗണ്ടിൽ അത് ശരിയായിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യും. ഇതാണ് റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സിൽ നമുക്ക് അതിന്റെ സ്റ്റെപ്പ് ഒന്നുകൂടെ പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ പറയാം, റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സാണ്. അതിനെ എന്ത് ചെയ്യാണ്, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറ്റാണ്. അപ്പൊ എന്തിനാ ഈ ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്നത്, അപ്പൊ നമുക്കിങ്ങനെ ചോദിക്കാമല്ലോ, മനസ്സിൽ വരാമല്ലോ. കാരണം ഇപ്പൊ എല്ലാ ഷെയർസുകളും ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഫോമിലാണ്. അപ്പൊ ഈ ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയർസിനെ ആരെങ്കിലും ഈ ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണോ എന്നുള്ളത്. നമുക്ക് കമ്പനികളുടെ ഷെയർസുകൾ, ഡിബഞ്ചേഴ്സുകൾ, ബോണ്ടുകൾ, ഗവൺമെന്റ് കമ്പനികളുടെ അല്ലെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഷെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ, ഇപ്പം എനിക്കൊരു ലോൺ എടുക്കണം ബാങ്കിൽ, അപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റീസുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ വെക്കാം. അപ്പോൾ ആ ഷെയറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്കത് സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ ആ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ലാൻഡ് അതിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ വെക്കാം. പക്ഷെ ഷെയർ ഉണ്ടെങ്കിൽ ഷെയറിൻ്റെ ഒരു ഡോക്യുമെൻ്റ് എന്താണ്, ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ.
അപ്പോൾ ആ ഷെയർ സർട്ടിഫിക്കറ്റ് ഡിമാറ്റ് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ചുള്ള ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഡിമാറ്റ് ആയിട്ട് വരുന്ന ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയർസുകളെ എന്താക്കി മാറ്റണം, ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റണം. എന്താ ഫിസിക്കൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രൂപം നമുക്ക് കയ്യിലുണ്ടായിരിക്കും അല്ലെ. ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ഒരു പേപ്പർ രൂപത്തിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു രൂപത്തിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് ഫിസിക്കൽ ഫോം ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പഴയ കാലങ്ങളിൽ ഷെയർ എടുത്തു കഴിഞ്ഞാൽ കമ്പനി അവർക്ക് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്, ഷെയർ സർട്ടിഫിക്കറ്റുകളാണ്, അത് ഫിസിക്കൽ ഫോമിലാണ്. പക്ഷെ ഇപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് എല്ലാം അക്കൗണ്ടിലൂടെ ആയപ്പോൾ അക്കൗണ്ടിലൂടെ ആകണം എന്നുള്ളതാണ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് കമ്പനികളുടെ ഷെയറുകൾ ബൈയിങ് ചെയ്യാനും സെല്ലിങ് ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ ഈ പറയുന്ന ഫിസിക്കൽ ഫോമിലുള്ള ഷെയറുകളല്ല ഡിമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലാണ് വരുന്നത്. അപ്പം ഡിമെറ്റീരിയലൈസേഷൻ ഫിസിക്കൽ ഫോമിനെ എന്താക്കി മാറ്റിയതാണ്, ഇലക്ട്രോണിക് ഫോമിലാക്കി മാറ്റിയതാണ്. അപ്പോൾ ആ ഇലക്ട്രോണിക് ഫോമിൽ നിന്ന് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെന്ത് ചെയ്യാണ്, ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഇവിടെ പറയുന്ന റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിമെറ്റീരിയലൈസേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എ ഷെയർ ഹോൾഡർ ക്യാൻ റീമെറ്റീരിയലൈസ്ഡ് ഇൻ ഡിമെറ്റീരിയലൈസ്ഡ് ഹോൾഡിംഗ് അറ്റ് എനി ടൈം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഡിമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഷെയർസുകളെ എന്താക്കി മാറ്റാം, റീമെറ്റീരിയലൈസ്ഡ് ആക്കി മാറ്റാം. അയാൾക്ക് എപ്പോഴാണ് അതിൻ്റെ നെസസറി വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ റീമെറ്റീരിയലൈസ്ഡ് ആക്കി കൺവേർട്ട് ചെയ്യാം. ദ റീമെറ്റീരിയലൈസേഷൻ ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ 1 month. അപ്പം നമ്മൾ റിക്വസ്റ്റ് ഫോം നൽകി കഴിഞ്ഞാൽ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേന നൽകിക്കഴിഞ്ഞാൽ വിത്തിൻ 1 month ഈ റെമിറ്റീരിയലൈസ്ഡ് ആക്കി മാറ്റി എന്ന് പറയുന്നതിൻ്റെ മാറ്റിയതിൻ്റെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയണം. അതൊരു ഫീച്ചറാണ്, നമുക്ക് കഴിയും 1 month അത് ചെയ്യാനായിട്ട് പറ്റും. അനദർ വൺ ഫീച്ചർ ഈസ് ദ സെക്യൂരിറ്റീസ് സെൻഡ് ഫോർ റീമെറ്റീരിയലൈസേഷൻ കനോട്ട് ബി ട്രേഡഡ്. During the period of rematerialization, the securities cannot be traded. ഇപ്പോൾ നമുക്ക് ഒരു റീമെറ്റീരിയലൈസേഷന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ കൊടുത്ത ഷെയർസുകൾ ഇപ്പം അതിനിപ്പോൾ ഷെയറിൻ്റെ സെയിൽ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക, മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ട്രേഡിങ് ചെയ്യാനായിട്ട് ആ ഒരു പീരീഡിനുള്ളിൽ കഴിയില്ല. കാരണം നമുക്കത് റീമെറ്റീരിയലൈസ്ഡ് ആക്കി മാറ്റിയതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡിങ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇതാണ് 3 ഫീച്ചേഴ്സുകൾ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ ആണ്. പ്രോസസ് ഓഫ് ദി റീമെറ്റീരിയലൈസേഷൻ. പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ അതേ പോയിന്റ്സുകളൊക്കെ തന്നെയാണ് പ്രോസസ്സിൽ വരുന്നത്. എന്തൊക്കെയാണ് റീമെറ്റീരിയലൈസേഷൻ ചെയ്യാനായിട്ട് ഒരു ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഹോൾഡർ ചെയ്യേണ്ട സ്റ്റേജസുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, അയാൾ എന്തായിരിക്കണം കൊടുക്കേണ്ടത്, ഷെയർ ഹോൾഡർ കൊടുക്കേണ്ടത് റിക്വസ്റ്റ് ഫോം തന്നെയാണ് അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡർ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം DP മുഖേന കൊടുക്കുകയാണ്. Then next എന്ന് പറഞ്ഞാൽ നമ്പർ 2, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇൻഫോം ഡിപ്പോസിറ്ററി. ഈ ഡിപ്പോസിറ്ററി എന്ത് ചെയ്യും, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഡിപ്പോസിറ്ററിയെ ഇൻഫോം ചെയ്യും. അപ്പൊ ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഷെയർ ഹോൾഡറുടെ സെക്യൂരിറ്റി ഹോൾഡറുടെ ഷെയർ സെക്യൂരിറ്റീസുകൾ അവരുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അത് NSDL ആവാം, NSDL ആവാം, അല്ലെങ്കിൽ CDSL. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2 ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ സെബിയുടെ ഗൈഡ് ലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 ഇങ്ങനെയുള്ള ഡിപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസുകളാണ് ഇത് രണ്ടും. അപ്പൊ ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അത് ഇൻഫോം ചെയ്യും. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിങ്കേജ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് അല്ലെ. എന്താ ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുക, നമ്മൾ ആദ്യമായിട്ട് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഫസ്റ്റ് വൺ. ഇനി ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ആര് മുഖേനാണ്, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേനാണ്. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് വീണ്ടും ഡിപ്പോസിറ്ററിയെ ആണ് എന്ത് ചെയ്യുന്നത്,
അയാളുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പോസിറ്ററിയുടെയും ഷെയർ ഹോൾഡറുടെയും ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെ ആയിരിക്കാം? തന്നെ പറഞ്ഞത് ബാങ്കേഴ്സ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ വരാം, കമേഴ്ഷ്യൽ ബാങ്കുകൾ വരാം, ബ്രോക്കേഴ്സ് ആയി മാറാം. അപ്പോ ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആരറിയിക്കണം? ഡിപ്പോസിറ്ററിയെ അറിയിക്കണം, ഇന്റിമേറ്റ് ചെയ്യണം. അനദർ വൺ പറഞ്ഞത് ഡിപ്പോസിറ്ററി ഇന്റിമേറ്റ്സ് ദ രജിസ്ട്രാർ. ഡിപ്പോസിറ്ററി എന്ത് ചെയ്യണം? രജിസ്ട്രാർ, ഫോർത്ത് ആയിട്ട് പറയാം, രജിസ്ട്രാർ അല്ലെങ്കിൽ ഇഷ്യൂവർ ഓർ ട്രാൻസ്ഫർ ഏജന്റ് ഇവരെ അറിയിക്കണം. ഈ പറയുന്ന ഡിപ്പോസിറ്ററി ഇവരെ ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഡിപ്പോസിറ്ററി ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഷെയർ ഹോൾഡറുമായിട്ടുള്ള ലിങ്കേജ് ആർക്ക് തന്നെയാണ് വരുന്നത്? ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് തന്നെയാണ്. ഇങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീമെറ്റീരിയലൈസേഷന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇവിടെ നമ്മൾ റീമെറ്റീരിയലൈസേഷന്റെ പ്രോസസ് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് റിക്വസ്റ്റ് ഫോം DP മുഖേന കൊടുക്കുന്നു. DP ആരറിയിക്കുന്നു? NSDL ഡിപ്പോസിറ്ററി ചെയ്യുന്ന ഓർഗനൈസേഷൻ അറിയിക്കുന്നു. ഡിപ്പോസിറ്ററി എന്ത് ചെയ്യും? ഇത് രജിസ്ട്രാർ. അത് മാത്രമല്ല ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് രജിസ്ട്രാറിനെയോ ട്രാൻസ്ഫർ ഏജന്റുമാരെയോ ഇഷ്യൂവർ ആയിട്ടുള്ള കമ്പനിയെയോ അതെന്ത് ചെയ്യണം? ഇന്റിമേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രാർ അല്ലെങ്കിൽ ഇഷ്യൂവർ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ളൊരു ഫോമിലായിരിക്കും കൊടുക്കുന്നത് എന്നുള്ളതാണ് റീമെറ്റീരിയലൈസേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാസ്റ്റ് എന്ത് ചെയ്യും? ഇൻവെസ്റ്ററുടെ അക്കൗണ്ട്, അതായത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അത് ഡെബിറ്റ് ചെയ്യും. ഇയാൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഫോമിലായി കഴിഞ്ഞാൽ ഇയാളുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് അതെന്തായിരിക്കും? അതിനെ ഡെബിറ്റ് ചെയ്തതായിട്ട് കാണിക്കും. അയാളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തതായിട്ട് കാണിക്കും. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീമെറ്റീരിയലൈസേഷനും ഇത് തന്നെയാണ് പ്രൊസീജിയർ. പക്ഷെ അതെന്തായിരിക്കും മാത്രം? അത് പേപ്പർ ഫോമിനെ ഇലക്ട്രോണിക് ഫോമിലാക്കി മാറ്റും. അപ്പൊ ഇത്രയാണ് സ്റ്റെപ്സുകൾ. റിക്വസ്റ്റ് ഫോം കൊടുക്കുന്നത് റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ആണ്. ഡീമെറ്റീരിയലൈസേഷൻ ആണ് ചെയ്തതെങ്കിൽ ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ആയിരിക്കും കൊടുക്കേണ്ടത്. ഈ റിക്വസ്റ്റ് ഫോം കൊടുക്കേണ്ടത് ആരാണ്? ഇൻവെസ്റ്റർ ആണ്, അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഹോൾഡർ ആണ്. അക്കൗണ്ട് എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ആരിലൂടെ ആയിരിക്കും? ഈ പാർട്ടിസിപ്പൻസിലൂടെയാണ്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന റീമെറ്റീരിയലൈസേഷന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോസസ്സ് നമുക്ക് മനസ്സിലായി. ഒരു 7 പ്രോസസ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഫോമാറ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തുള്ള ഷെയർ ഹോൾഡർ റിക്വസ്റ്റ് ഫോം DPക്ക് കൊടുക്കുന്നു. DP അത് ഡിപ്പോസിറ്ററിയെ ഏൽപ്പിക്കുന്നു. ഡിപ്പോസിറ്ററി അതെന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം അതിന്റെ രജിസ്ട്രാർ അല്ലെങ്കിൽ ഇഷ്യൂവർ ട്രാൻസ്ഫർ ഏജന്റിനെ ഇന്റിമേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരാണ് ആ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം? അവിടെ പ്രിന്റഡ് ആയിട്ടുള്ള ഫോമിൽ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ. അനദർ വൺ ഡിമെറ്റീരിയലൈസേഷൻ വേഴ്സസ് റീമെറ്റീരിയലൈസേഷൻ. അതിന്റെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ or transforming the physical share into electronic form. Rematerialization എന്ന് പറയുമ്പോൾ കൺവേർട്ടിംഗ് ദ ഇലക്ട്രോണിക് ഫോം ഓഫ് ഷെയർസ് ഇൻ ടു ദി ഫിസിക്കൽ ഫോം. ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് പറയാനുള്ളത്. അനദർ വൺ ഷെയർസിനെ കുറിച്ചിട്ടാണ്. ഷെയർസിൽ പറയുന്നത് ഡീമെറ്റീരിയലൈസേഷൻ ഡസ് നോട്ട് പ്രോസസ് ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ. ഡീമെറ്റീരിയലൈസേഷൻ എപ്പോഴും ഒരു ഇലക്ട്രോണിക് ഫോമിലാണ് അല്ലേ. റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഫോമാണ്. നമ്മുടെ കയ്യിൽ കണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കാണാനായിട്ട് പറ്റുന്നത് കൊണ്ട് ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ ആ ഷെയർ ഹോൾഡർ ആരാണ്, ക്ലയന്റിന്റെ പേര്, അയാളുടെ പ്രൂഫ് അല്ലെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ, അതുപോലെ നമ്പർ ഓഫ് ഷെയർസ്, ആ ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ ഓഫ് ഷെയർസ് എത്ര അയാൾ പൊസസ് ചെയ്തു എന്നുള്ളത് റീമെറ്റീരിയലൈസേഷൻ അറിയാൻ പറ്റും. പക്ഷെ ഡീമെറ്റീരിയലൈസേഷൻ ഒരു ഇലക്ട്രോണിക് ഫോം ആയതുകൊണ്ട് അവിടെ നമുക്ക് ഇയാളുടെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനായിട്ട് കഴിയില്ല. അയാളുടെ അക്കൗണ്ടിലേക്കാണ്
ആ എമൗണ്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഓഫ് ഷെയർസിനെ ഹോൾഡ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് മനസ്സിലാകാനായിട്ട് പറ്റില്ല. അനദർ വൺ ഫോം ഓഫ് ട്രേഡിംഗ്. ഫോം ഓഫ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പേപ്പർലെസ് ട്രേഡിംഗ് ഈസ് പോസിബിൾ ഇൻ ദ ഡീമെറ്റീരിയലൈസേഷൻ. നമുക്കറിയാവുന്നതാണ് അല്ലേ, ഇലക്ട്രോണിക് ഫോമിലായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഷെയർസുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇയാൾക്ക് ബൈയിങ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡീമെറ്റീരിയലൈസേഷനിൽ പറ്റും. അതിനൊന്നും നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനോ ഒന്നും ഷെയർ ഹോൾഡർ എന്ത് ചെയ്യേണ്ട, കമ്പനിയെ സമീപിക്കേണ്ട ആവശ്യമില്ല, അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പേപ്പർലെസ് ട്രാൻസാക്ഷൻസുകളാണ്. പക്ഷേ റീമെറ്റീരിയലൈസേഷനിൽ പേപ്പറുകൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ഫോം ഓഫ് ഷെയർസ് ആണുള്ളത്, സർട്ടിഫിക്കറ്റ് ആണ്. അതിന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർക്ക് അതിനെന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അപ്പം അതിനെല്ലാം റിക്വസ്റ്റ് ഫോമുകളുണ്ട്. ആ റിക്വസ്റ്റ് ഫോമുകളൊക്കെ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അപ്പം ആ ഒരു പേപ്പർ യൂസേജ് വരുന്നതാണ് റീമെറ്റീരിയലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനദർ വൺ പറയുന്നത് അക്കൗണ്ട് മെയിൻ്റനൻസ് ആണ്. In dematerialization, account is maintained by the depository participants. In rematerialization, account is maintained by the company. For dematerialization, നമുക്ക് dematerialization ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിപ്പോസിറ്ററിയാണ്. ആരിലൂടെയാണ്? ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിലൂടെയാണ്. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പോസിറ്ററിയെയും ഈ പറയുന്ന അക്കൗണ്ട് ഹോൾഡറെയും സെക്യൂരിറ്റി ഹോൾഡറെയും ഇന്റർഫേസ് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിട്ട്, ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് ഡീമെറ്റീരിയലൈസേഷനിലെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തത്. അക്കൗണ്ട് ഉള്ളത് എവിടെയാണ്? ഡിപ്പോസിറ്ററി സർവീസേഴ്സിന്റെ കയ്യിലാണ്. പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും ഡീൽ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പുതിയ ഷെയറുകൾ വാങ്ങിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആള് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. പക്ഷെ റീമെറ്റീരിയലൈസേഷനിൽ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡർ നേരിട്ട് കമ്പനിയിലേക്കാണ് ഷെയറിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചെയ്യാനോ എല്ലാം കമ്പനിയെ തന്നെയാണ് അയാൾ സമീപിക്കേണ്ടതായിട്ട് വരിക. ഇത്രയാണ് നമുക്ക് റീമെറ്റീരിയലൈസേഷൻ ആൻഡ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ്. അപ്പൊ ഷെയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഈ ഡീമെറ്റീരിയലൈസേഷനിലും റീമെറ്റീരിയലൈസേഷനും മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റുകൾ, ഒന്ന് DPR ആണെന്നുള്ളതാണ്, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണെന്നുള്ളതാണ്. ഡിപ്പോസിറ്ററി ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ഇൻ വിച്ച് ദ സെക്യൂരിറ്റി ഓഫ് അക്കൗണ്ട് ഓഫ് സെക്യൂരിറ്റി ഹോൾഡർ ഈസ് മെയിൻറ്റെയിൻഡ്. ഇറ്റ് ഈസ് എൻ ഓതറൈസ്ഡ് ഓർഗനൈസേഷൻ അണ്ടർ ദി സെബീസ് ഗൈഡ് ലൈൻ. ഇന്ത്യയിൽ സെബിയുടെ ഗൈഡ് ലൈനിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള NSDL-ഉം CDSL-ഉം. അപ്പൊ അടുത്ത ടോപ്പിക് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഡിപ്പോസിറ്ററിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഇവിടെ പറയാനുണ്ട്. കാരണം ഷെയറിന്റെ ട്രാൻസ്ഫറിംഗ് ഒക്കെ ചെയ്യുന്നത്, സെക്യൂരിറ്റീസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിപ്പോസിറ്ററിയിലൂടെയാണ് അല്ലേ. അപ്പൊ ആ ഡിപ്പോസിറ്ററിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിപ്പോസിറ്ററി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ which hold the securities of investors in electronic form at the request of the investors through a registered depository participants. നമുക്കറിയാലോ ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷന്റെ ഒരു ഷോർട്ട് ഫോം ആണ് എഴുതിയിട്ടുള്ളത്. അണ്ടർ ദി കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് ഡിപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്പോസിറ്ററി ആയിട്ട് ഉള്ള സർവീസുകൾ, ഇവരുടെ മെയിൻ സർവീസ് എന്താണ്? സെക്യൂരിറ്റി ഹോൾഡേഴ്സിന്റെ അക്കൗണ്ട് എന്ത് ചെയ്യാണ്? മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ആ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൽ ഈ അക്കൗണ്ട് ഹോൾഡറുടെ റിക്വസ്റ്റ് പ്രകാരം ആ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുക, അത് ട്രാൻസ്ഫർ ചെയ്യുക. ഇതൊക്കെയാണ് ആര് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ഡിപ്പോസിറ്ററി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്യുക. അപ്പൊ ആ ഡിപ്പോസിറ്ററി ഓർഗനൈസേഷനിൽ വരുന്നവരാണ് നമ്മൾ പഠിച്ചിട്ടുള്ള NSDL.
NSDL. Number 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDSL. NSDL stands for National Security Depository Limited. Then CDSL, Central Depository Service of India Limited. ഇതാണ് സെബിയുടെ ഗൈഡ് ലൈൻ. സെബി പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഇവർ രണ്ടുപേരാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന ഡിപ്പോസിറ്ററി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, ഡിപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് ഈ രണ്ട് പറയുന്ന ഓർഗനൈസേഷൻസുകളും. അപ്പോൾ ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം. സോ ദ ഡിപ്പോസിറ്ററി is providing the services to the security of the investors. സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ആര്, ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആക്ച്വലി നമുക്കൊരു ബാങ്ക് പോലെ ഇതിനെന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഒരു ബാങ്ക് ചെയ്യുന്ന സർവീസുകൾ പോലെ നമുക്ക് ഇവിടെ ഈ പറയുന്ന ഡിപ്പോസിറ്ററി ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ഒരു ബാങ്ക് പോലെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കും അതുപോലെ തന്നെ ഡിപ്പോസിറ്ററി ആയിട്ട് നമ്മളിവിടെ എഴുതാം. ഡിപ്പോസിറ്ററി ഇവിടെ എന്ന് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ കസ്റ്റമറുടെ ഫണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബാങ്ക് വാങ്ങിക്കുന്നത്. ഫണ്ട് ഓഫ് കസ്റ്റമർ ആണ്, ഫണ്ട് ഓഫ് കസ്റ്റമർ. ഇവിടെ ഡിപ്പോസിറ്ററി സർവീസ് ചെയ്യുന്ന ആളുകളോ, ഡിപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഹോൾഡേഴ്സിനാണ് അല്ലെ. അപ്പൊ സെക്യൂരിറ്റി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഫണ്ടിന് പകരം ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, സെക്യൂരിറ്റീസുകളാണ്. സെക്യൂരിറ്റീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സെക്യൂരിറ്റീസുകളാണ് ഇവിടെ അവരെന്ത് ചെയ്യുന്നത്, ഫണ്ടിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ബാങ്ക് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ആണ് അവരെന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ക്യാഷിന് പകരം അവരെന്തായിരിക്കും, സെക്യൂരിറ്റീസുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ മണി ട്രാൻസ്ഫർ ആണ് ബാങ്കുകളൊക്കെ ചെയ്യുന്നത് അല്ലെ. അവിടുത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്, മണി ട്രാൻസ്ഫർ ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മണിക്ക് പകരം സെക്യൂരിറ്റീസിന്റെ ട്രാൻസ്ഫർ ആണ്. സെക്യൂരിറ്റീസുകൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യാൻ, ട്രാൻസ്ഫറിങ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അല്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റീസുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബാങ്കിന് സിമിലർ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ആര് ചെയ്യുന്നത്, ഈ പറയുന്ന ഡിപ്പോസിറ്ററി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഡിപ്പോസിറ്ററി ഓർഗനൈസേഷന്റെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 crores ആണ്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ല, മിനിമം നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ നെറ്റ് മൂല്യം, അതായത് ഇപ്പോൾ അതിന്റെ ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലാബിലിറ്റി എന്നുള്ളതാണ് നെറ്റ് വർത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നെറ്റ് വർത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ്. അതിന്റെ ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ലാബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അറ്റ മൂല്യം എത്ര ഉണ്ടാവും, നെറ്റ് അസറ്റ് എത്ര ഉണ്ടായിരിക്കുമോ അതിനാണ് എന്ന് പറയാ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും 100 crores rupees ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മിനിമം നെറ്റ് വർത്ത് സെബി ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരം ഈ ഒരു ഡിപ്പോസിറ്ററി സർവീസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസുകൾക്ക് എത്ര ഉണ്ടായിരിക്കണം, 100 crores ഉണ്ടായിരിക്കണം. അനദർ വൺ പറയുന്നത്, ഇപ്പൊ നമുക്ക് പ്രസന്റ് ആയിട്ട് വരുന്ന രണ്ട് ഓർഗനൈസേഷൻസുകളാണ് CDSL ആൻഡ് NSDL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും അതിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ റീമെറ്റീരിയലൈസേഷൻ പറയുമ്പോഴും ഡിമെറ്റീരിയലൈസേഷൻ പറയുമ്പോഴും ഒക്കെ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാരണം ഒരു സെക്യൂരിറ്റി ഹോൾഡർ, ഇപ്പോൾ ഇയാള് സെക്യൂരിറ്റീസുകളാണ് ഇവിടെ അക്കൗണ്ട് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ട് ആണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. അപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റുക, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിലൂടെയാണ് ഈ സർവീസ് ചെയ്യുന്നത്. ഡിപ്പോസിറ്ററി സർവീസ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ദേ ആർ ആക്ടിങ് ഫോർ ദി ഏജന്റ് ഫോർ സെക്യൂരിറ്റി ഹോൾഡേഴ്സ് ആൻഡ് ഡിപ്പോസിറ്ററി. നമ്മൾ ആ ഒരു ചാർട്ട് വരച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സെക്യൂരിറ്റി ഹോൾഡേഴ്സിന് വേണ്ടിയും ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഷെയർ ഹോൾഡർ ഓപ്പൺ അക്കൗണ്ട്.
ഓപ്പൺ അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ആണ് അല്ലെ. അപ്പൊ ആ ഡിമാറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആരിലൂടെയാണ്? ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിലൂടെയാണ്. അപ്പൊ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആരായിട്ടാണ് ലിങ്ക് ഉള്ളത്? ഒന്ന് ഷെയർ ഹോൾഡറുമായിട്ട്, ഇൻവെസ്റ്റേഴ്സുമായിട്ട്, മറ്റൊരെണ്ണം ഇയാൾക്ക് ലിങ്ക് ഉള്ളത് ഡിപ്പോസിറ്ററിയുമായിട്ടാണ്. ഡിപ്പോസിറ്ററിയുമായിട്ടാണ് അവർക്ക് ലിങ്ക് ഉള്ളത്. അപ്പൊ ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞാല് ഇവരുടെ സെക്യൂരിറ്റീസുകൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന, ട്രേഡിംഗ് ചെയ്യാനായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഡിപ്പോസിറ്ററി. അപ്പൊ ആ ഡിപ്പോസിറ്ററിയിൽ അവർക്ക് ഒരു ലിങ്ക് ഉണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ചില ഗൈഡ് ലൈൻസുകൾ പറയുന്നുണ്ട്. സെബി പറയുന്ന ഗൈഡ് ലൈൻസുകളാണ്. കാരണം സെബി പറയാൻ കാരണം സെബിയുടെ ഗൈഡ് ലൈനിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഈ ഷെയറുകൾ ട്രേഡിംഗ് ചെയ്യുക. അപ്പോൾ ആ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നതിനുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഡിപ്പോസിറ്ററി. അപ്പോൾ ഡിപ്പോസിറ്ററിയെ കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻസുകളിൽ പറയുന്നുണ്ട് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇപ്പം ഞാനൊരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഐഡന്റിറ്റി പ്രൂഫുകൾ കൊടുക്കണം അല്ലേ. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് എൻ്റെ അഡ്രസ്സ് പ്രൂഫ് കൊടുക്കണം, അതുപോലെ തന്നെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു പ്രൂഫ് നൽകണം. ഇത് രണ്ടും എവിടെയും നൽകണം? സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നൽകണം. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ DP എന്ന് പറയുന്ന ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കണം. എന്താ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അഗ്രിമെന്റ് ഇൻവെസ്റ്ററുമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ്. ഇൻവെസ്റ്റർ ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേനാണ് ഈ അക്കൗണ്ടുകളൊക്കെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയറിന്റെ ട്രേഡിംഗ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഒരു അഗ്രിമെന്റിൽ എന്ത് പറയും? ഈ ഷെയർ ഹോൾഡറുടെ ഇൻവെസ്റ്റേഴ്സിന്റെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, അതുപോലെ തന്നെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന്റെ പവേഴ്സുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം സൈൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കും. ആ അഗ്രിമെന്റിന്റെ ഒരു കോപ്പിയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആർക്ക് നൽകും? ഈ സെക്യൂരിറ്റി ഹോൾഡർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് നൽകും. ഇതാണ് ഈ നമുക്കിവിടെ പഠിക്കാനുള്ള ഒരു പോയിന്റ്. ഇനി കൂടാതെ ഈ അക്കൗണ്ട് നമ്പറിന് നമുക്ക് കിട്ടുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ള അക്കൗണ്ട് നമ്പറാണ്. അക്കൗണ്ട് നമ്പറിനെ പറയുക BOID ആണ്. അതായത് ബെനിഫിഷ്യറി ഓണർ ഐഡന്റിഫിക്കേഷൻ. BOID ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് നൽകുന്ന ഈ നമ്പർ ഉണ്ട്. ID നമ്പറിനെ പറയുന്നതാണ് ബെനിഫിഷ്യറി ഓണർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ആ നമ്പർ മുഖേനയാണ് ഇനി എന്ത് ചെയ്യുന്നത്? ഏത് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഈ ID മുഖേനയാണ് ഡീലിങ്സ് ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ട് ഉള്ള സർവീസ് ആര് നൽകും? ഡിപ്പോസിറ്ററി എന്ന് പറയുന്ന ഏജന്റ് നൽകും. ഏജന്റ് അല്ല, ഓർഗനൈസേഷൻ നൽകും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടർ ഡിപ്പോസിറ്ററി സിസ്റ്റം. അതായത് ഈ ഡിപ്പോസിറ്ററി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. എന്തിന്റെ സർവീസാ? സെക്യൂരിറ്റീസിന്റെ ട്രാൻസ്ഫറിങ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ സർവീസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടർ ഡിപ്പോസിറ്ററി സിസ്റ്റം. Transfer of shares നോക്കുക. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ അണ്ടർ ഡിപ്പോസിറ്ററി സിസ്റ്റം? ഡിപ്പോസിറ്ററി സിസ്റ്റം പ്രകാരം രണ്ട് ടൈപ്പിൽ എന്ത് ചെയ്യാം? ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാം. ഫസ്റ്റ് വൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് നമ്പർ 2 ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ. നമ്പർ 1 മാർക്കറ്റ് ട്രാൻസാക്ഷൻ, നമ്പർ 2 ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ. ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്താണ്? ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളതും മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളത് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് വൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആണ്. എന്താ മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ
മാർക്കറ്റ്, ഈ ഷെയർസിൻ്റെ ട്രേഡിങ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് മുഖേന ഷെയർസുകൾ ബൈയിങ് ചെയ്യുമ്പോഴും സെല്ലിങ് ചെയ്യുമ്പോഴും അവിടെയുള്ള ട്രാൻസാക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്ന മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ ദ ഷെയർസ് ആർ ബൈയിങ് ആൻഡ് സെല്ലിങ് selling through the stock market, it is called the market transaction. അപ്പോൾ ഒരു സെല്ലർ അയാളുടെ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്, ഒരു ബയ്യർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പം അങ്ങനെ കൊടുക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേന ആദ്യം അയാൾ എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈ മാർക്കറ്റ് ട്രാൻസാക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോം ഓർ സ്ലിപ്പ്. ഈ സ്ലിപ്പ് അല്ലെങ്കിൽ ഈ ഫോം ഇയാൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേന ആണ് എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് മാറ്റേണ്ടത്. ഇതാർക്ക് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സെല്ലർ അയാളുടെ ഇത്ര നമ്പർ ഓഫ് ഷെയർസുകളാണ് അയാൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു ബയ്യർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഫോം ആദ്യം ഫില്ല് ചെയ്യണം. അത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേന ആണ് ഫില്ല് ചെയ്യുന്ന ഫോം. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ ഫോമിൽ ചില ഇൻഫർമേഷൻസുകൾ ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് ഷെയർസ് ടു ബി സോൾഡ്, ഇനി ഏത് അക്കൗണ്ട് നമ്പറാണ് എന്നുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നാണ് ഈ ഇത് ഷെയർ സെയിൽ ചെയ്യേണ്ടത്, ഇതൊക്കെ അതിൽ പറയുന്നുണ്ടായിരിക്കും. അതനുസരിച്ച് കൊണ്ടാണ് ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് സെല്ലർക്ക് വേണ്ടി ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ആക്ച്വലി ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് ഒരു ഓതറൈസേഷൻ നൽകുകയാണ് സെല്ലർ ചെയ്യുന്നത്. ഏതിലൂടെ? ഈ ഒരു സ്ലിപ്പ് ഫില്ല് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഈ സെല്ലർ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, അയാളുടെ അക്കൗണ്ട് നമ്പർ വിത്ത് ID, അയാൾക്കൊരു ഒരു ID നമ്പർ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ആ നമ്പർ അടക്കം ഈ ഡിപ്പോസിറ്ററി ഇൻസ്ട്രക്ഷനിൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോമിൽ നൽകി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസുകൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസുകൾ അയാൾ ചെയ്യും. ഇനി ഇവിടെ സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇയാളുടെ അക്കൗണ്ട് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് അണ്ടർ T+2 എന്ന് പറയുന്ന ട്രേഡിംഗ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. T+2 എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് +2 ഡേയ്സ് ആണ്. ട്രേഡിംഗ് +2 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ആകുമ്പോഴാണ് അയാളുടെ അക്കൗണ്ടിലേക്ക്, സെല്ലറുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ഡെബിറ്റ് ആവുന്നത്. അതുപോലെ തന്നെയാണ് ബയ്യറുടെ അക്കൗണ്ടിലേക്ക് 3 ഡേയ്സ് കഴിയുമ്പോഴേക്കും എന്തായി കിട്ടും, അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. അപ്പോൾ ഈ ഒരു സിസ്റ്റം T+2 സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് 2 ഡേയ്സ് ആകുമ്പോൾ സെല്ലറുടെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് വരും. അതേസമയം ഇയാളുടെ അക്കൗണ്ടിൽ ബയ്യർ ആണെന്നുണ്ടെങ്കിൽ ബയ്യറുടെ ബൈയിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബയ്യറുടെ അക്കൗണ്ടിലേക്ക് 3 ഡേയ്സ് കഴിഞ്ഞാലാണ് ഈ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. ഈ ഒരു സെറ്റിൽമെന്റ് സിസ്റ്റം ആണ് ഈ മാർക്കറ്റ് ട്രാൻസാക്ഷനിൽ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് മുഖേന നടക്കുന്നത്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ഷെയർ ആണ് പറഞ്ഞത്. അതിൽ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന ആണ്. എവിടെ ആയാലും ഇയാൾ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോം എന്ന് പറയുന്ന ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം. അതിൽ പറയുന്ന സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മുടെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് സെല്ലർക്ക് വേണ്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസുകൾ ചെയ്യുന്നത്. അതിൻ്റെ ഇഫക്റ്റ് ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് ബൈയിങ് ചെയ്യുമ്പോഴും സെല്ലിങ് ചെയ്യുമ്പോഴും അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ട്രാൻസാക്ഷൻസിൻ്റെ ഇഫക്റ്റ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഇത്രയാണ് നമുക്കതിന് ട്രാൻസ്ഫർ ഓഫ് ഷെയർ ത്രൂ മാർക്കറ്റിൽ പറയാനുള്ളത്. ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന അല്ല ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഫ്രം one demat account to another demat account of the same holder of another holder. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് അല്ല ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള വേറൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, കമ്പനികളുടെ അക്കൗണ്ട് തന്നെ പല കമ്പനികളുടെ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കാം.
അപ്പോൾ അതിന് വേണ്ടി വേറൊരു സെയിം ഹോൾഡർ തന്നെ മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് നടക്കുന്നത് ഓഫ്ലൈൻ മാർക്കറ്റാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കാതെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോം ഫില്ല് ചെയ്യണം. അപ്പൊ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോം എന്ന് പറയുന്നതിൽ ഡീറ്റെയിൽസുകൾ കൊടുക്കണം. എന്തൊക്കെ ഡീറ്റെയിൽസുകളാ? അതായത് ഇവിടെ സെയിൽ ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന ആള് അയാളുടെ എത്ര ഷെയറുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പൊ ആ നമ്പർ ഓഫ് ഷെയർസിനെ കുറിച്ച് പറയണം. ഇനി ഏത് ടൈപ്പിലുള്ള ഷെയറുകളാണെന്നുണ്ടെങ്കിൽ ആ ഷെയറിനെ കുറിച്ചും മെൻഷൻ ചെയ്യണം. ഇനി ട്രാൻസ്ഫറിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ട്രാൻസ്ഫറിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ട്രാൻസ്ഫറിയുടെ ഡിമാറ്റ് അക്കൗണ്ട് എവിടെയാണ് അവിടുത്തെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന്റെ ID നമ്പർ അതെല്ലാം ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോമിൽ നൽകിയിരിക്കണം. അപ്പോൾ ആ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആ റിക്വസ്റ്റ് ഫോം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സ്റ്റെപ്സുകൾ അയാൾ എവിടെ ചെയ്യും? അയാളുടെ അക്കൗണ്ടിൽ അതിൻ്റെ ഇഫക്റ്റ് ചെയ്തു കൊടുക്കും. അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ട്രാൻസ്ഫറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കും. ഇതാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ടിലേക്കുള്ള ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞാലും ഡെലിവറി ഇൻസ്ട്രക്ഷൻ ഫോമാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ മാർക്കറ്റ് ട്രാൻസാക്ഷനിലാണെങ്കിൽ സെല്ലർ അതെന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് കൊടുക്കണം DPക്ക് അല്ലെങ്കിൽ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന്. ഇനി ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷനിൽ ട്രാൻസ്ഫറർ ആണ്, ട്രാൻസ്ഫറിങ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണെങ്കിൽ ട്രാൻസ്ഫറർ ആണ് ഈ ഇത് ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതിൽ ട്രാൻസ്ഫറിയുടെ ഡീറ്റെയിൽസും കൈമാറ്റം ചെയ്യേണ്ട നമ്പർ ഓഫ് ഷെയർസുകളും ഇതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസുകളെല്ലാം നൽകണം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു റെസിപ്റ്റ്. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ് GDR. കേട്ടിട്ടുണ്ടായിരിക്കും, ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. എന്താ ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 സെക്ഷനിൽ ഇതിന്റെ റൂളുകൾ പറയുന്നുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 44 പറയുന്നുണ്ട്. കമ്പനീസ് ആക്ടിന്റെ തന്നെ സെക്ഷൻ 41 റൂൾ പറയുന്നുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 4 പറയുന്ന റൂൾ പ്രകാരം എനി ഇൻസ്ട്രുമെന്റ് in the form of depository receipt created by the foreign depository outside India. അതായത് നമ്മുടെ ഡിപ്പോസിറ്ററി എന്താണ് നമുക്ക് മനസ്സിലായില്ല. ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഹോൾഡേഴ്സിന്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ ഔട്ട്സൈഡ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്പോസിറ്ററി റെസിപ്റ്റിനെയാണ് ഇവിടെ പറയുന്ന ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്ഷൻ 41 ഒരു റൂൾ പറയുന്നുണ്ട്. സെക്ഷൻ 41 പറയുന്ന റൂള് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം? ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാം. അപ്പൊ ആ ഒരു റൂള് പറയുന്നത് എനി കമ്പനി മേ ഇഷ്യൂ ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ഇൻ എനി ഫോറിൻ കൺട്രി ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ആൻഡ് subject to the condition after passing special resolution in general body meeting. ജനറൽ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം ഗ്ലോബൽ ആയിട്ടുള്ള ഡിപ്പോസിറ്ററി ആരാണോ, ഫോറിൻ കൺട്രിയിലുള്ള ഡിപ്പോസിറ്ററി ആരാണോ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മാനറിൽ കമ്പനികൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഈ റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാം, ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാം. ആ ഒരു റൂളാണ് സെക്ഷൻ 41 പറയുന്നത്. പക്ഷേ സെക്ഷൻ 244 ഡെപ്പോസിറ്ററി ആയിട്ടുള്ള റെസിപ്റ്റുകൾ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഡിപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ള ഇന്ത്യയിലുള്ള 2 ഡിപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവര് NSDL ആണ്, CDSL ആണ്. അപ്പോൾ ഔട്ട്സൈഡ് കൺട്രിയിലും ഇതുപോലുള്ള ഡിപ്പോസിറ്ററി സർവീസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്പോസിറ്ററി റെസിപ്റ്റിന്റെ ഏത് ഫോമിനെയും എന്ത് പറയാം? GDR എന്ന് പറയാം.
പക്ഷേ ഈ 41 അങ്ങനെയല്ല പറയുന്നത്, കമ്പനികളാണ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. കമ്പനികൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറിൻ ഡിപ്പോസിറ്ററി ആയിട്ടുള്ള അവിടുത്തെ ഡിപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന റൂൾ അനുസരിച്ച് കൊണ്ടും നമ്മുടെ കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഡിപ്പോസിറ്ററി റിസിപ്റ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ GDR specifies under section 2 subsection 4 and section 41. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് റീമെറ്റീരിയലൈസേഷനെ കുറിച്ച് പറഞ്ഞു. റീമെറ്റീരിയലൈസേഷൻ്റെ പ്രോസസ്സാണ്, അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു, ഡീമെറ്റീരിയലൈസേഷനുമായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഡീമെറ്റീരിയലൈസേഷനിൽ ഇലക്ട്രോണിക് ഫോമാണ്, നമ്മുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമാണ്. റീമെറ്റീരിയലൈസേഷനിൽ ഫിസിക്കൽ ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ ഷെയർ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡിഫറൻസ് എഴുതാനായിട്ട് പറ്റും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ രണ്ട് ടോപ്പിക്കുകളും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഷെയർ ക്യാപിറ്റൽ ആയതുകൊണ്ട് ഷെയർ ക്യാപിറ്റലുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്.